മുത്തശ്ശി കിടന്നോട്ടെ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മേ, ഈ മുത്തശ്ശിക്ക് എന്തുമാത്രം ഗന്ധർവ പാട്ടുകളും കഥകളും അറിയാന്നോ? കണക്കായി പോയി. അമ്മയെ ഇവിടെ ചീത്തയാക്കണേ. കണ്ട കെട്ടുകഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പെണ്ണ് വല്ല വേണ്ടാദിനത്തിലും ചെന്ന് ചാടും. ഓ പിന്നെ, എന്റെ ഉണ്ണിമോളെ കട്ടോണ്ട് പോണത് മുത്തശ്ശിക്കൊന്ന് കാണണമല്ലോ. കട്ടുകൊണ്ട് പോവാൻ ഇങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് ചെറിയ ഇല്ലക്കുട്ടിയാണെന്ന വിചാരം. അങ്ങനെ അങ്ങ് ചോദിക്കും നീ. ചോദ്യം ഉത്തരവൊക്കെ ഇനി നാളെ ആവാം. പോയി കിടക്കാൻ നോക്ക്. രാമു വന്നു? ഏട്ടൻ ഊണ് കഴിച്ചു. പുറത്ത് കിടന്നോളാന്ന് പറഞ്ഞ് പായും വിരിയെടുത്ത് പോയിട്ടുണ്ട്. അതെന്താ, അകത്തെ ഫാനിന്റെ കാറ്റൊന്നും പോരെ നിന്റെ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. വാടി. നീ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. അമ്മേ നാരായണി. പാർവതി, ഇന്ന് ഉണ്ണിമായെ കുളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ എന്താച്ചാ ചെയ്തോളൂ. ഏട്ടനോട് ഇന്നലെ ഇത്തിരി നാൽപ്പാമരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ ആവോ? ചോദിക്കാൻ വിട്ടുപോയി. ആ ഉണ്ണിമായെ മേലേക്കാവില് കൊണ്ടുപോയി കാഴ്ചശീവേലി തൊഴിയിക്കണം. ദീർഘസുമംഗലി ഭാഗ്യത്തിന് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ രാമുവിനോട് പറയണം. രാമു, രാമുവേ. കുഞ്ഞുനാള് തൊട്ട് എന്നെ അറിയാവുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ ഞാൻ എങ്ങനെ പറയണം? പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന നിന്നെ ഒളിപ്പിച്ചാലുണ്ടാവുന്ന പുലിവാല് നീ എന്താ ഓർക്കാത്തെ? സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോ എവിടെ പോകാനാ? നീ കുഞ്ഞികൃഷ്ണൻ നായരുടെ മോളും ഞാൻ അയാളുടെ പെങ്ങളുടെ മകനുമാണ്. നീ അത് മറക്കണ്ട. ഞാൻ ഒരു പെണ്ണ, ഒരു ടീച്ചറും കൂടിയാ. എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒന്നിനും കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെ വാങ്ങാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? തൽക്കാലം കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. ഒരാഴ്ചക്കകം ജാമ്യം കിട്ടാതിരിക്കില്ല. അതുവരെയെങ്കിലും ഞാൻ ഇവിടെ നിന്നേ മതിയാവും. ഒരു കാര്യം, ജാമ്യം കിട്ടുന്നതുവരെ മാത്രമേ ഞാൻ നിന്നെ സഹിക്കൂ. ഹലോ, ഇന്നലെ വീട്ടിൽ വന്നിട്ടെന്താ മാറിക്കളഞ്ഞേ? വീട്ടിലോ? ഞാനോ? അപ്പൊ ഈ നാട്ടിൽ വേറെ പുരുഷുണ്ടോ? ഞാൻ ആ സമയത്ത് സെക്കൻഡ് ഷോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സഹപ്രവർത്തകർ വീട്ടിൽ വന്നാൽ സ്വീകരിക്കാനുള്ള മര്യാദയൊന്നും അറിയില്ലെന്നാണ് വിചാരിച്ചത്. ഇത് ശരിയല്ല കേട്ടോ. അത് പിന്നെ ഒന്നും പറയണ്ട. കള്ളു കുടിച്ച് കണ്ടവരെയും കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്നോണ്ടല്ലോ, പറഞ്ഞേക്കാം. പിന്നെ സ്വന്തം വീടാണെന്നാ ശരി, നിന്റെ തമ്പുരാനോടത് പറഞ്ഞേക്ക്. പാർവതി, ഇനിയും കഴിഞ്ഞില്ലേ നിന്റെ തേച്ചുമിനുക്ക്? കുട്ടി കുളിച്ചു വരാറായി. കഴിയാറായമ്മേ, ഇതാ വരുന്നു. ആ വരിക.
അതെടുത്തോളൂ. തൊഴുതോളൂ കുട്ടിയെ. ദാ മേനക ടീച്ചറെ, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാവും അല്ലേ? ഞാൻ ടീച്ചറെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? നീ പുരുഷനൊന്ന് വിരട്ടിയെന്ന് കേട്ടല്ലോ. ആരെയും മിരട്ടാനും ഞാൻ ആളല്ല. നീ വിരട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കൂല. ഈ നാട്ടിൽ രാമൻകുട്ടി വാര്യ പറയുന്ന ന്യായം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ വരുന്നത് കാണാലോ. ഭീഷണിയാണോ? എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ ടീച്ചർ ചെല്ലേ. എടി ഉണ്ണിമായേ, നീ കാവി പോന്നെങ്കിൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വാ. മാല തീരെ ചെറുതായി പോയിന്ന് എനിക്കെന്നെ അറിയാട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിച്ചോളൂ. പൂ പറിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടല്ലേ? നാളെ വലിയ മാല കൊണ്ടുവന്ന് തരുന്നുണ്ട്. പോരെ? എന്താ ഒന്നും മിണ്ടാത്ത കള്ളക്കണ്ണ? ഇതെന്നും മരുമായ കൃഷ്ണ. കൃഷ്ണ, നിന്റെ ഓരോ ലീലാവിലാസങ്ങള്. നേരെ പറ കൃഷ്ണ, ഇത് നിന്റെ വിദ്യയാണോ അതോ ഇന്നാള് വന്നെന്നെ ഉമ്മ വെച്ചുണർത്തിയ ഗന്ധർവനോ മറ്റോ കൊണ്ടുവന്നിട്ടതാണോ? പറ കൃഷ്ണ, പറ. ദേ ഉണ്ണിമായ പിണങ്ങും. ഉണ്ണിമായേ, 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 ഇത് ഞാനാ, ഗന്ധർവൻ. എന്റെ ഗന്ധർവ, അങ്ങ് എവിടെയാണ്? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ കാണാൻ പറ്റില്ല. അതെന്താ? എന്നെ ഇഷ്ടമായല്ലോ ഗന്ധർവന്. അതുകൊണ്ടല്ല. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഗന്ധർവനെ കാണാൻ പറ്റുന്ന മുത്തശ്ശി പറഞ്ഞല്ലോ. ഉണ്ണിമായേ, ഗന്ധർവൻ പുറത്തിറങ്ങി നടക്കേണ്ടതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. അങ്ങ് പോയോ ഗന്ധർവ? എന്താടി തൊഴിൽ കഴിഞ്ഞില്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അവിടെ ഇവിടെ കറങ്ങി നടക്കരുതെന്ന്. നടക്ക. ഓഹോ, ഊര് ചുറ്റി നടക്കാൻ തുടങ്ങിയോ? അത് ഞാൻ ചുമ്മാരുന്ന് മുഷിഞ്ഞപ്പോ ഒന്ന് വെറുതെ. അല്ല, എന്നെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? അതെ, ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കാൻ എനിക്ക് വയ്യ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ഞാൻ രവിയെ വിളിച്ചിരുന്നു. അഡ്വക്കേറ്റ് KMC കുറുപ്പ് ഡൽഹിയിൽ നിന്ന് വന്നാലുടൻ എന്റെ ജാമ്യം ശരിയാവും. അതുവരെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കും. ആ വാര്യരുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ? ഏതായാലും നിന്റെ ജാമ്യം കിട്ടുന്നത് വരെ വാര്യര് നീ ഇവിടെയുള്ള കാര്യം അറിയാതെ നോക്കണം. ശരി. ഒന്ന് തെളിച്ചു പറമണ്ണേ, എനിക്ക് അങ്ങോട്ട് പിടി കിട്ടണില്ല. അതേല്ലേ, ഞാൻ കണ്ടു. ദേ ഈ കണ്ണുകൊണ്ട് കണ്ടു. ഗന്ധർവൻ തന്നെയാ. മുത്തശ്ശി പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ട്. തിളങ്ങുന്ന കണ്ണ്, നീണ്ട മൂക്ക്, നിലാവുദിച്ച പോലെ ചിരി, ഒക്കെ എന്ത് രസാ. എന്നിട്ട് നീ ഗന്ധർവനെ തൊട്ടോ? തൊട്ടോ? ഇല്ല. എന്നിട്ട് ഗന്ധർവൻ നിന്നെ ഒന്നും ചെയ്തില്ല? ഞാൻ ഒച്ച കേട്ടോളൂ, ആളെ കണ്ടില്ല. പക്ഷെ നീ കാണും. എന്നത്തിടെ വരുന്നെന്ന് ഉറപ്പാ. പിന്നെ നീ കണ്ടു എന്ന് പറഞ്ഞത് നിന്നെ വേറെ ആരെങ്കിലും പറ്റിച്ചായിരിക്കും. നീ എവിടുന്ന ഒച്ച കേട്ടത്? കാവ്യന്ന് മാല ചാർത്തിയത് ശരിയായില്ല എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാ ഉണ്ണിമയെന്ന് വിളിയേട്ടത്.
നല്ലൊരു പൂമാല ആകാശത്തിന് വന്ന് വീണു. ഞാൻ ചുറ്റും പരുതിയതാ, പക്ഷെ മറിഞ്ഞു നിൽക്കല്ലേ. കാണാൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്ന ഗന്ധർവന്റെ ഒച്ച കേട്ടപ്പോ പൂവിന്റെ മണം ഉണ്ടായിരുന്നോ? നല്ല മണം ഉണ്ടായിരുന്നു. പാലപ്പൂവിന്റെയും അന്തിമുലയുടെ ഒക്കെ കടുത്ത മണം. ഞാനങ്ങ് മയങ്ങിപ്പോയി. ആകാശ ഗന്ധർവനാ, ഉറപ്പാ. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പുറകെന്ന് ഒരിക്കലും പോവില്ല. സത്യസന്ധരായ കന്യകളോട് ഗന്ധർവന് പ്രേമം ഉണ്ടാവുമെന്ന് മുത്തശ്ശി പറഞ്ഞത്. ഈശ്വര, എന്റെ ഉണ്ണിമായ ഗന്ധർവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുത്തശ്ശി പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഇഷ്ടം തോന്നിയ പെണ്ണിന്റെ മനസ്സിലക്കാൻ വേണ്ടിയാ സുഗന്ധം പരത്തിക്കൊണ്ട് ദേവലോകത്തിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. ആരും കാണില്ല, ശബ്ദവും കേട്ടില്ല. എവിടെ പോയി എന്റെ പുറകെ കൂടിയിരിക്കുന്ന നിന്നെ വിളിച്ചാ നീ പോവോ? ഗന്ധർവൻ മോഹിച്ച പെണ്ണ് ഗന്ധർവനുള്ളതാ. ഗന്ധർവനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്തായി പറയുന്നത്? ഗന്ധർവന്റെ സ്വന്തമായില്ല ഞാന്. ഒടുക്ക നീയോ അപ്സരസാവും. അതെ, എന്റെ ചന്തം കണ്ട് ഗന്ധർവകുമാരൻ മയങ്ങില്ലേ? എന്നെ തേടി വരുന്നില്ലേ? മനുഷ്യര് നീചജാതികളാ. ഗന്ധർവന്മാരെന്ന് പറഞ്ഞ ദേവന്മാരാ. ഇനി ഒരുങ്ങിയിട്ടില്ലേ നീ? ഉണ്ണിമായേ, കൊറേ നേരായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി നിനക്ക്? തലവേദനയുണ്ടോ? എന്നാ ചെന്ന് വേഗം ഒരുങ്ങാൻ നോക്ക്. ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്തേണ്ടതല്ലേ? ആഹാ, മുത്തശ്ശിയും മോളും ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മട്ടുണ്ടല്ലോ കണ്ടിട്ട്. ഞങ്ങൾ ഇവളുടെ അച്ഛന്റെ വീട് വരെ ഒന്ന് പോയി. ഇവളുടെ വിശേഷങ്ങളൊക്കെ ടീച്ചർക്ക് അറിയാലോ അല്ലേ? ആ വകയില് നല്ലൊരു സമ്മാനം തരണമെന്നുണ്ട്. ഉണ്ണിമായ്ക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട ടീച്ചറ്. അതെ, മുത്തശ്ശിയും മോളും ഈ ടീച്ചർ വിളിയൊന്ന് നിർത്താൻ എന്ത് കാരണം? വീട്ടിലേക്ക് വരുന്നോ? ഇരുട്ടായി, പിന്നൊരു ദിവസം വരുന്നുണ്ട്. പോട്ടെ. ഞാൻ നാളെ തന്നെ വരുന്നുണ്ട്. വെരി ഗുഡ്. ഉണ്ണിമായേ, ഉണ്ണിമായേ, ഉണ്ണിമായേ. മോളെ ഉണ്ണിമായേ, നീ അവിടെ എന്തെടുക്കുക? വാ. പുരുഷ പേപ്പറൊന്നും എടുത്തേ. ശരീരം മൊത്തം സ്വർഗത്തിൽ പോയാലും മാഷ്ട കണ്ണ് നരകത്തിൽ തന്നെ പോകും, അത് ഉറപ്പാ. മാഷോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറയാനും വിചാരിക്കും. ധാരാളം പറഞ്ഞോ. ഇങ്ങനെ പോലത്തെ അസൂയുള്ള ഒരു മനുഷ്യൻ ഈ സ്കൂളിൽ ഉണ്ടാവൂല. അല്ലെങ്കിലും വിവരക്കേടിന് ജ്ഞാനപീഠം കൊടുക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ. ഹോ, നീ വെച്ചൊരു വക്കീല്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ആർത്തിപ്പണ്ടാരത്തിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ മുടിഞ്ഞ തീറ്റയാണോ? എന്നാ സഹിക്കായിരുന്നു. 2 കുപ്പി ഫുള്ളും അതിനു പുറമെ കാശും. നിങ്ങളോട് അയാൾ കാശ് വാങ്ങിച്ചോ? പിന്നില്ലാതെ സ്വന്തം അപ്പന്റെ കേസാണെങ്കിലും വക്കീല് ഫീസ് തപ്പും മോനെ. റുപ്യ 2000 വീശിയത്. 2000. അതും എങ്ങനെ കാശുണ്ടാക്കുന്ന അറിയോ? നിങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? ഞാൻ അവിടെ വരുമ്പോ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നീ സെന്റിമെന്റ്സ് ഒന്നും പറയല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ വണ്ടി വാങ്ങണ്ട. അപ്പോ നല്ല നമ്പറാ, ഐശ്വര്യമുള്ള വണ്ടിയെ. എന്തൊക്കെയായിരുന്നു നിന്റെ മഹത്വങ്ങള്. ഇപ്പൊ എന്തായി? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മേലിൽ ഇത്തരം ഭക്ഷണ ഏർപ്പാടുകൾക്ക് പോകുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ആലോചിക്കാനുണ്ട്. അതാ ഇവിടെ വെച്ചാകാമെന്ന് കരുതിയത്. എന്താണ് ഇവിടെ നീ കുർത്തിക്കടവിൽ ഒപ്പിച്ചോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ മതി നിന്റെ അജ്ഞാതവാസം. നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. അതിപ്പോ
എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വെറുതെ ഞാൻ പറയരുത്. നിന്നെ കെട്ടിയെടുക്കാനാ ഞങ്ങൾ വന്നത്. മര്യാദയ്ക്ക് വന്നോ. നിങ്ങൾ കരുതുന്ന പോലെയല്ല കാര്യം. ഇവിടെ എനിക്ക് മറക്കാനാവാത്ത ഒരു മുഖം ഞാൻ കണ്ടു. ആ നിഷ്കളങ്കത, കണ്ണ്, മൂക്ക്, പുഞ്ചിരി, മുജ്ജന്മ ബന്ധം പോലെ ഒരു മാലാകപ്പെണ്ണ്, ഉണ്ണിമായ. മോനെ അപ്പു, ഇടങ്ങേറുണ്ടാക്കല്ലേ. ആ മേനകെട്ടിച്ചതിന്റെ കസിന വെറും പാവം. അതിന്റെ കൂടെ നിന്ന് അവരുടെ ജീവിതം കൊളാക്കല്ലേ. അവളൊരു മാലാകയാണ്ട ഉണ്ണിമായ. ഉണ്ണിമായ ആ പേരിലൊരു സുഖം ഉണ്ടല്ലോടാ. തൊട്ടാ പൊട്ടുന്ന കിളുന്ത അല്ലേ? അതെ, വിടരാൻ വെമ്പുന്ന മുട്ട്. കൊടലിയ കൈ. നീ ഇവിടെ തന്നെ നിന്നോ. നീ അവളെ കാര്യമായിട്ടല്ലോ. ഹേയ്, കാര്യായിട്ടൊന്നുമില്ല. എന്നെ അവൾ ഗന്ധർവനായിട്ടാ കാണുന്നത്. ഗന്ധർവനോ? നീയോ? ആ, ഇതിലെന്തോ പെശകുണ്ട്. ഒന്നുകിൽ അവക്ക് വട്ട, അല്ലെങ്കിൽ അവൾ നിന്നെ വട്ടാക്കി. ഞാൻ പറഞ്ഞ സത്യ. അവൾ എന്നെ ദേവ, ഗന്ധർവ എന്നൊക്കെയാ വിളിക്കുന്നത്. ആ കണ്ണിലെ തിളക്കം, ഭാവമൊക്കെ കാണുമ്പോ ഞാൻ തന്നെ അറിയാതെ ഗന്ധർവനായി പോകുന്നോന്നൊരു സംശയം. എന്താണ് കേൾക്കുന്നത്? ഒരുമാതിരി ചവിട്ട് കാണാൻ പോലെ. മോനെ തടി സൂക്ഷിക്കണം. അവൻ അതൊക്കെ പറയും. നീ ഇങ്ങ് വാ. ഓക്കെ. ഒളിഞ്ഞു മറിഞ്ഞ് ഗന്ധർവനായിട്ടൊന്നും കാര്യമില്ല. ഗന്ധർവന്റെ കെറ്റപ്പിൽ തന്നെ പോടാ, കാര്യം നടക്കും. ഉണ്ണിമായി, ഇപ്പോഴെങ്ങനെ? ഒരു അസൽ ഗന്ധർവനെ പോലെ തന്നെ ഇല്ലേ? ഈശ്വരൻ കടാക്ഷിക്കണം. ഉണ്ണിമായേ, 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 ഇത് ഞാനാ, ഗന്ധർവൻ. ദേവാ, അങ്ങ് എവിടെയാണ്? എന്റെ മുമ്പിൽ വരില്ലേ? എനിക്ക് അങ്ങേ കാണാൻ കഴിയില്ലേ? ഉണ്ണിമായേ, ഇതാ ഇവിടെയാണ്.